ഞാൻ സ്കൂളിൽ പഠിച്ച രാജാവെ വാളമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. മന്ത്രം ജപിക്കുമ്പോ വാതിൽ തുറക്കുന്നു. കാണാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്. അന്നത്തെ മാധ്യമത്തിൽ വരുന്ന ഓരോ അവരുടെ ഒരു എന്താണ് നിഗമനമാണ് ഈ ഇത്രയും വില ഉണ്ടെന്നൊക്കെ. അത് ഏകദേശം എത്ര രൂപ വരും എന്നാലും പറഞ്ഞോളൂ. അല്ല, ഞാൻ കേട്ടോളൂ ഇത്രയാണ്, 1,40,000 കിലോ സ്വർണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വില എത്രയാണെന്ന് സ്വർണ്ണ തേങ്ങയൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. ഇടയ്ക്ക് മാധ്യമത്തിൽ തന്നെ അത് തുറക്കുമ്പോൾ വലിയൊരു മരതൊക്കെ ഇതുപോലെ രത്നം അതിനകത്തുണ്ട്. ഇപ്പൊ ഇനി പൊങ്കാല വരെയാണ്. അപ്പൊ ഇപ്പൊ ചോദിച്ചു ഇപ്രാവശ്യം ഓപ്പൺ ജിപി പോകണ്ടേ, ഇപ്രാവശ്യം ആനപ്പുറത്ത് പോകും. ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ ഇലക്ഷന് നിൽക്കണം എന്നൊക്കെ? ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ള അവരുടെ അടുത്ത്? ഇപ്പൊ ഇല്ല. അപ്പം ഭാവിയിൽ പരിഗണനയിലുണ്ടല്ലേ? ഭാവിയിൽ പരിഗണന ഉണ്ടെന്നിരുന്നോട്ടെ. ഇതുവരെ കേടായിട്ടില്ല. പറഞ്ഞ് കേടാക്കരുത്. ഒരുപാട് കഥകൾ ഉറങ്ങുന്ന പ്രൗഢഗംഭീരമായ കവടിയാർ കൊട്ടാരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം 40ഓളം ഏക്കറിൽ വിശാലമായി ഇങ്ങനെ പരന്നു കിടക്കുന്ന കവടിയാർ കൊട്ടാരം ഇപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ സ്വകാര്യ വസതിയാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഇളം തലമുറക്കാരനായ ശ്രീ ആദിത്യവർമ്മ സാർ എൻ്റെ ഒപ്പമുണ്ട്. നമസ്കാരം സാർ. സാറിനെ പറ്റി ഞാൻ ആദ്യം മനസ്സിലാക്കിയത് സാറിന് ഒരുപാട് ഫാൻസാണ് കേരളക്കരയിലുള്ളത് അല്ലേ? സാറിനെ സ്നേഹിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് അധികം ആളുകളുണ്ട് കേരളത്തിൽ. വെളിയിലോട്ട് പോകുമ്പോൾ കാണാം. ഓഫ് കോഴ്സ് സാർ ഒരു രാജകുടുംബാംഗമാണ്. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് മറ്റെന്തൊക്കെ ട്രേഡ്സ് കൊണ്ടായിരിക്കാം ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇടം പിടിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സാർ? അത് അവര് പൊതുവേ ഈ രാജാവെന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല ഇന്നത്തെ കാലത്ത് പലർക്കും. ഇപ്പോൾ രാജാവിന് എന്താ കൊമ്പുണ്ടോ, രാജാവും രാജഭരണവും ഇല്ല. പക്ഷെ രാജകുടുംബം ഒന്നും ഇല്ലെന്നൊക്കെ പലരുടെ ഒരു എന്താണ് ഒരു സംസാരമുണ്ട്. അപ്പോൾ രാജഭരണമില്ല, പക്ഷെ രാജകുടുംബം ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ കുടുംബത്തിൽ പിറന്നതാണല്ലോ. ഞാൻ പൊതുവെ ആൾക്കാരടുത്ത് ഇപ്പോൾ ആൾക്കാർ പലരും കൂടുതൽ ആൾക്കാരും ഫോട്ടോ എടുക്കാൻ ചോദിക്കും. ഫോട്ടോ എടുക്കും. പിന്നെ ഞാൻ കുറച്ച് അങ്ങനെ ഒരു മസിൽ പിടിച്ച് നിൽക്കാറില്ല. ആൾക്കാരുടെ ഒരു എന്താണ് പൾസ് അനുസരിച്ച് നർമ്മം കലർന്നുള്ള ചിരിയും സംസാരവും ഒക്കെ അതായിരിക്കും. പൊതുവെ കുറച്ച് ഹാസ്യമായിട്ട് സംസാരിക്കും. ഞാൻ പൊതുവെ ആൾക്കാരോട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഈ മനോഹരമായ കവടിയാർ കൊട്ടാരത്തിൻ്റെ ഹിസ്റ്ററിയെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി അധികം ആൾക്കാർക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു ഫാക്ട് ഉണ്ടാകും, ഒരു ലെസർ നോൺ ഫാക്ട്? ലെസർ നോൺ ഫാക്ട് എന്ന് പറയുന്നത് ഇത് സിമെന്റ് ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിമെന്റ് ഇല്ലാത്തൊരു കെട്ടിടമാണ്. പിന്നെ അതിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും അതിൻ്റെ എന്താണ്, ഞാനും ഇവിടെ ജനിച്ചത്, അവസാനമായി ജനിച്ച കൊട്ടാരത്തിൽ അവസാനമായി ജനിച്ച മനുഷ്യൻ. ആദ്യം ജനിച്ചത് എനിക്ക് ഒന്ന് അമ്മൂമ്മയുടെ മകനാണ്. അദ്ദേഹം തൊട്ട് ഞാൻ വരെ ഇവിടെ തന്നെയാണ് ജനിച്ചത്. ഞങ്ങൾ എല്ലാവർക്കും ഇവിടെ ഒരു ലേബർ റൂമുണ്ട്, അവിടെയാണ് എല്ലാവരും ആദ്യമായിട്ട് ഈ ലോകം കണ്ടത്. സാർ, പൊതുവെ രാജകുടുംബത്തെ പറ്റി അല്ലെങ്കിൽ രാജഭരണത്തെ പറ്റി പലതരം വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. സാറുമായി ബന്ധപ്പെട്ടുള്ള യൂട്യൂബ് കമൻറ്റ് സെക്ഷനിലൊക്കെ പരിശോധിച്ചാൽ ചില ആളുകൾ പറയുന്നത് രാജഭരണം തന്നെയായിരുന്നു ഇപ്പോഴും നിലവിൽ വരേണ്ടത്. അതേസമയം മറ്റു ചില ആളുകൾ പറയുന്നത് ഡെമോക്രസിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന വിമർശനങ്ങൾ സാറിനെ പ്രൈവറ്റ് ലൈഫിനെയും സാറിൻ്റെ കുടുംബത്തെയും ബാധിക്കാത്ത വിധം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഏറ്റവും എളുപ്പം കമൻറ്റ് നോക്കായിരിക്കും. പിന്നെ ഏത് ഭരണ സംവിധാനമായാലും വിമർശനം വരും. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക. ആര് ഭരിച്ചാൽ ജനങ്ങൾക്ക് നല്ലത് വരുത്തണം. പൊതുവെ ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ രാജഭരണത്തിന് അതിൻ്റെ എന്താണ് ഡിഫക്റ്റീവ്സ് വന്നേക്കാം. ഡെമോക്രസിക്കും നമ്മളിപ്പോൾ ഗൾഫിലേക്ക് കണ്ടിട്ടില്ലേ, അവിടെ മൊണാർക്കിയില്ലേ, അവിടെ ഡെവലപ്മെന്റ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഡെമോക്രസിയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ എന്താ ഡെവലപ്മെന്റ്? ഇപ്പൊ ഇന്ത്യയിൽ ഡെമോക്രസി ആയിട്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേ ഇവിടെ അല്ലേ. അപ്പൊ എനിക്കൊന്ന് ലോകരാഷ്ട്രങ്ങളിൽ 5ാം സ്ഥാനത്തിനകത്തൊക്കെ ഇന്ത്യ വരുന്നുണ്ട്. സാർ, ട്രഡീഷണലിസത്തിലും ഒട്ടും പിറകിലോട്ടല്ല, അതേസമയം മോഡേണിസത്തിലും ഒട്ടും പിറകിലോട്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ മോഡേണിസത്തെയും ട്രഡീഷണലിസത്തെയും ഒരേപോലെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? മോഡേണിസം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് തന്നെ എന്താ പറയാ, ഇപ്പോഴത്തെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള സംസാരം.
പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ഈ മോഡേണിസം എന്ന് പറഞ്ഞുകൊണ്ടേ പറയാണ് ഈ ഡിജിറ്റൽ മീഡിയ വന്ന് ഡിജിറ്റൽ സാധനം ഗാഡ്ജറ്റ്സ് വന്ന പിന്നെ നമ്മൾ സാധാരണ പണ്ടൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോഴോ നിൽക്കുമ്പോഴോ ആൾക്കാർ പരസ്പരം ഒന്ന് ചോദിക്കുക ഇവിടുന്ന് കുശലം ചോദിക്കുകയും പരസ്പരം നമ്മൾ എന്താണ് മനുഷ്യരുമായിട്ടൊരു ഇൻട്രാക്ഷനുണ്ട്. ഇത് വന്ന് പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്ത് ഇപ്പോൾ അങ്ങനെയല്ല എന്ന് ആൾക്കാർക്ക് പറയാം. ഞാൻ ഒബ്സർവ് ചെയ്തത് ആൾക്കാർ ഫുൾ ടൈം ഇതിൽ തന്നെയാണ്. ഇപ്പോൾ ട്രെയിനിൽ പോയാലും ഫ്ലൈറ്റിൽ പോയാലും എല്ലാവരും ഇപ്പോൾ ആൾക്കാർ ശരിക്കും അബദ്ധമാണ്. റോഡ് ക്രോസ് ചെയ്യുന്നവരെ ഇത് നോക്കിക്കൊണ്ട് ക്രോസ് ചെയ്യുന്നത് വളരെ അപകടമാണ്. പിന്നെ ഹെൽമെറ്റിൻ്റെ ഇടയിൽ ഫോൺ വെച്ച് സംസാരിച്ചുകൊണ്ട് പോവുക, അതൊക്കെ ഒരു ഡിജിറ്റൽ ഇതിൻ്റെ ഒരു എന്താണ് ആൾക്കാർ ഒരു എൻ്റെ ബോണ്ടിങ് കുറച്ച് കുറഞ്ഞില്ലേ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലിപ്പോൾ ഏകദേശം അങ്ങനെ വരുന്നുണ്ട്. വിദേശത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാളടുത്ത് വഴി ചോദിക്കാൻ പോലും ഒക്കില്ല. ചെവിയിൽ ഈ സാധനം കാണും, കയ്യിൽ ഇത് കാണും. ആൾക്കാർ ഫുൾ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടും അവർ ചിലപ്പോൾ ജോലി ചെയ്യായിരിക്കും, നമുക്കറിയില്ല. അതാണ് മോഡേൺ. പഴയ കാലത്താണെങ്കിൽ എന്താണ് പഴയ ട്രഡീഷൻ. ഇപ്പോഴും അമ്പലത്തിൽ പോകുന്നു, ആറാട്ട്, നവരാത്രി, അമ്പലത്തിലൊക്കെ ഇപ്പോഴും പഴയ ആചാരങ്ങൾ തന്നെയാണ് ഇപ്പോഴും. സാറിന് കുറെ കാർസിന്റെ കളക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അത് മോഡേണിസത്തിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ വരത്തില്ലേ? ഭയങ്കര ക്രേസ് ഒക്കെ ഉള്ള പഴയ കാർ എനിക്കുള്ളത് 1967 മോഡൽ ഒരു Volkswagen ബീറ്റിലുണ്ട്. പിന്നെ ഉള്ളത് അച്ഛൻ്റെ അമ്മയുടെ അംബാസഡറാണ്. ഇപ്പൊ അമ്മയുടെ അച്ഛൻ്റെ വിവാഹത്തിന് എൻ്റെ അമ്മുമ്മയും അപ്പൂപ്പനും കൊടുത്താണ്. ചുമന്ന കളറിലും ക്രീം കളറിലുള്ള മോഡേൺ കാർ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ചു, ചെറിയ വണ്ടി. അല്ല, ഹൈഫൈ വണ്ടി ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഓക്കെ. ഇപ്പം സാറിന് സപ്പോസ് ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്, ടൈം ട്രാവൽ ചെയ്ത് സാറിൻ്റെ ആൻസിസ്റ്റേഴ്സിനെല്ലാം മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ അവരാദ്യം കണ്ട് ചോദിക്കുന്ന 1-2 ചോദ്യങ്ങൾ എന്തായിരിക്കും? ഡിപ്പെൻസ് ഏത് ആൻസിസ്റ്ററിനെ കാണുന്നു എന്നുള്ളവരായിരിക്കും. എന്നാലും പണ്ടത്തെ കാലത്ത് എങ്ങനെ ജീവിച്ചിരുന്നു, ഈ ഇലക്ട്രിസിറ്റിയും മൊബൈൽ ഫോണോ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഇവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ 3 മാസം മുമ്പ് യാത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് നേപ്പാളിൽ പോയി. മുക്തിനാഥ് എവിടെയാണെന്നറിയോ? ശ്രീ പത്മനാഭ ക്ഷേത്രം അറിയാം. 108 ദിവ്യദേശങ്ങളിൽ ഇപ്പോഴും ഭാരതത്തിൻ്റെ പുറത്ത് ഉള്ള ഏക ക്ഷേത്രമാണ് മുക്തിനാഥ്. 108 വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്ന് ശ്രീ പത്മനാഭ ക്ഷേത്രമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-300 വർഷം മുമ്പേ ഞാൻ കേട്ടതാണ്. അവിടുത്തെ കാളികണ്ടകി നദിയുണ്ട്. നദിയിൽ നിന്ന് 24,000 സാളിഗ്രാമം ആനപ്പുറത്ത് 300 വർഷം മുമ്പേ, അതോ 300 അതിലും അപ്പുറം വർഷം മുമ്പേ ആനപ്പുറത്ത് കയറ്റി ഇവിടെ കൊണ്ടുവന്നു. അതെങ്ങനെ സാധിച്ചു? ആരെ വിളിച്ചു ചോദിച്ചു? അതൊരു ചോദ്യം. അതെ, അതെങ്ങനെ കൊണ്ടുവന്നു അത് ഞാൻ ചോദിച്ചത്. അതിൽ 12,008 സാളിഗ്രാമങ്ങൾ പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ അടിയിൽ ലേപനം ചെയ്തിട്ടുണ്ട്. ബാക്കി എവിടെ? അതൊക്കെ ബാക്കി നമ്മുടെ കുളത്തിലുണ്ടെന്ന് പറയുന്നു, അതായത് പത്മതീർത്ഥത്തിലും പിന്നെ ഭദ്രദീപപുരയിലും ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. ആരോടായിരിക്കും ചോദിക്കുക? അന്നത്തെ കാലത്ത് ആരായിരുന്നു ആ മഹാരാജാവിൻ്റെ അടുത്ത് ചോദിക്കും. അതെ, പിന്നെ ഈ സാളിഗ്രാമം ചെവിയിൽ വെക്കുകയാണെങ്കിൽ ഓങ്കാരം കേൾക്കാന്നൊക്കെ പറയും. അതൊക്കെ ശരിയാണോ? നമ്മൾ ശരിക്കുള്ള സാളിഗ്രാമം ഇതുവരെ നമ്മളങ്ങനെ കാണാനും ഒരുപാട് സാളിഗ്രാമം ഇപ്പോൾ അവിടെ പോയി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതറിയില്ല ഇത് ഈ പറഞ്ഞത് ശരിയാണോ, ഓങ്കാരത്തിൻ്റെ ശബ്ദം കേൾക്കുമോ എന്നൊക്കെ ചോദിക്കാം. 6 മാസം കൊണ്ട് ആനപ്പുറത്ത് നേപ്പാളിൽ നിന്ന് ഇവിടെ എത്തിയതാണ് കഥ. അതൊക്കെ ചോദിക്കണം. കുറെ അധികം ചോദിക്കണ്ടല്ലേ? ഓക്കെ. അപ്പം സാറിന് സപ്പോസ് ഇപ്പം കേരളത്തിന് പുറത്തുള്ള ആളുകൾ ഈ കൊട്ടാരത്തെ പറ്റി അല്ലെങ്കിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ട്രഷേഴ്സിനെ പറ്റി അതിൽ നിധികളെ പറ്റിയൊക്കെ കേട്ട് പറഞ്ഞ് ഇവിടേക്ക് എത്തുകയാണ്. അപ്പോൾ കൊട്ടാരത്തിലെയോ ക്ഷേത്രത്തിലെയോ ഏത് ആചാരത്തെ അനുഷ്ഠാനത്തെ പറ്റി ആയിരിക്കും ആളുകൾ കൂടുതൽ അത്ഭുതപ്പെടുക, ആശ്ചര്യപ്പെടുക എന്നാണ് സാറിൻ്റെ ഒരു കൂടുതലും ഈ നിധി എങ്ങനെ വന്നു, അത് എവിടെ ഇരിക്കുന്നു എന്നാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുക. അത് പിന്നെ ഒരുപാട് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ വരുന്ന ആൾക്കാരും, ഞാനൊരിക്കൽ അമ്പലത്തിൽ നിൽക്കുകയായിരുന്നു. ഞാൻ യൂണിഫോം അല്ല മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കിയത്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. ഇത് എൻ്റെ അടുത്ത് ചോദിച്ചു ഇംഗ്ലീഷിൽ, ഈ നിധിയൊക്കെ എവിടെയൊക്കെ കാണാൻ പോകുന്നു? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ശരിക്കും ഏറ്റവും വലിയ നിധി ശ്രീ പത്മനാഭസ്വാമിയാണ്, അത് കഴിഞ്ഞുള്ളൂ വേറെ എന്ത്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ആളുകൾ എത്താറുണ്ടോ കേരളത്തിന് പുറത്തുനിന്ന് കൊട്ടാരത്തിലേക്കൊക്കെ? ഇവിടെ അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഇല്ല, സ്വകാര്യ വസതിയാണ്. ഓക്കെ. ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ആളുകൾ എത്താറുണ്ട്. പിന്നെ അവര് കുറെ പേര് മ്യൂസിയത്തിൽ പോകും. നമ്മുടെ കുതിരമാളിക മ്യൂസിയത്തിൽ ഇവിടെ നമ്മുടെ പഴയ സിംഹാസനമൊക്കെ ഇരിപ്പുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പൊ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി വേൾഡ് ഫേമസ് ആണല്ലോ.
പണ്ടേ ദിവസം മുതൽ ഇന്ന് വരെ കൊട്ടാരത്തിൽ തുടരുന്ന കൊട്ടാരത്തിൻ്റെത് മാത്രമായിട്ടുള്ള ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വല്ലതും ഉണ്ട്? ക്ഷേത്രത്തിനല്ല, കൊട്ടാരത്തിൻ്റെ മാത്രം. ആചാരം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് പഴയ ചിത്രരഥ മഹാരാജൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഇവിടെ ഒരുപാട് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരും. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ വന്ന് ചിത്രരഥ മഹാരാജൻ നിൽക്കും, ഞാൻ സൈഡിൽ നിൽക്കും. അവർക്ക് എല്ലാവർക്കും മുട്ടായി കൊടുക്കാൻ. കുട്ടികൾക്ക് 3 മുട്ടായി കൊടുക്കും, 1 മുട്ടായി ഞാനും കഴിക്കും. പിന്നെ 10 രൂപ അതെല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ പിറന്നാളിൻ്റെ അന്നും കുട്ടികൾ ഇങ്ങനെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പബ്ലിക് വന്നുകൊണ്ടിരുന്നു അദ്ദേഹത്തിനെ കാണാൻ. വർഷത്തിൽ ഒരു ദിവസമാണ് കൊട്ടാരത്തിൽ പബ്ലിക് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഓണം വിഷു ഒക്കെയാണ് മെയിൻ ആചാരങ്ങൾ. ഇവിടെ ആരാണ് വല്യമ്പരാൻ്റെ വിഷുക്ക് നേട്ടം നിങ്ങൾ എല്ലാവരും വാങ്ങിക്കുക, എല്ലാവരും ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കുക, തറയിലിരുന്നത്. അതൊക്കെയാണ്. അപ്പോൾ ഈ തിരുവിതാംകൂർ ഡൈനാസ്റ്റിയെ പറ്റി ഈ ഫ്യൂച്ചർ ജനറേഷനിൽ വരുന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുന്ന ആളുകൾ, അവരിലേക്ക് കൈമാറണമെന്ന് സാർ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്റ്റോറീസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകതരമായിട്ട്? അമ്പലത്തിൻ്റെ ട്രഡീഷൻ കൂടാതെ കൊണ്ടു നടക്കത്തക്കുള്ള അതിനുള്ള ഭക്തിയും പക്വതയും മനസ്സും ഉള്ളവരായിരിക്കണം. നമ്മുടെ നമ്മൾ വിട്ടുകൊടുക്കരുത്. ഇപ്പോൾ ആൾക്കാരുടെ ട്രെൻഡാണല്ലോ വിദേശത്ത് പോവുക. വിദേശത്ത് പോയി കുറച്ചാൾക്ക് ഇരുന്നിട്ട് വീണ്ടും നമ്മളുടെ മണ്ണ് വിട്ടു പോകരുത്. ഈ കൊട്ടാരത്തിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും കൈയെഴുത്ത് പ്രതികളോ മാനുസ്ക്രിപ്റ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും രേഖകൾ വല്ല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. അതെല്ലാം മ്യൂസിയത്തിലുണ്ട്. പിന്നെ ക്ഷേത്രത്തിൽ തന്നെ ഒരുപാട് ഓല ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരിക്കൽ അവിടെ പടിഞ്ഞാറേ നടയിൽ ഒരു റൂമുണ്ട്, തുറന്നപ്പോൾ ഇപ്പോഴും ഓലയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പഴയ മലയാളമാണ്, നമുക്ക് നേരെ വായിക്കാൻ പ്രാചീന മലയാളം. പിന്നെ ഒരുപാട് കല്ലെഴുത്തുകളുണ്ട് ക്ഷേത്രത്തിൽ. ഒറ്റക്കൽ മണ്ഡലത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, കല്ലിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് കുറച്ചുകൂടെ പുതിയതാണ്, 1930s ഇപ്പൊ ടെമ്പിളിന്റെ കാര്യം പറയുവാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഈ പാലസിന്. അപ്പോൾ ആ ഒരു കണക്ഷൻ സാറിന്റെ ഫാമിലിയുടെ സ്പിരിച്വൽ ലൈഫിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? 1750 തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ മഹാരാജാണ് അല്ലേ? അതെ. അപ്പം അത് കഴിഞ്ഞ് ആണ് ശരിക്കും നമ്മൾ പത്മനാഭദാസൻ ഉള്ള ശ്രീ പത്മനാഭന് നാട് സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് ഭരിക്കുന്ന രാജാക്കന്മാർ. അതുകൊണ്ടാണ് നമ്മുടെ കിരീടം, തിരുവിതാംകൂറിൻ്റെ കിരീടത്തിൻ്റെ മുകളിൽ ഭഗവാന്റെ പാദം വച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ശ്രീ പത്മനാഭ ആയിട്ടുള്ള ബന്ധമാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അതെ. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ മഹാരാജാവിൻ്റെ സ്ഥാനം ഏൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എത്ര വെയിറ്റ് ഉണ്ട് അത്രയും സ്വർണം ക്ഷേത്രത്തിൽ കൊടുക്കണം. ഇപ്പോൾ മഹാരാജാവിന് 80 കിലോ ഉണ്ടെങ്കിൽ 80 കിലോ ഭഗവാന് കൊടുക്കണം. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ 60 കിലോയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊക്കെ വെയിറ്റ് കുറഞ്ഞാൽ ഭഗവാന് സ്വർണം കുറയും. ഞാൻ ഉൾപ്പെടെ 1 വയസ്സ് കഴിഞ്ഞ് നമ്പി നല്ല ദിവസം നോക്കിയിട്ട് ഒറ്റക്കൽ മണ്ഡപത്തിൽ കിടത്തിയിട്ട് അകത്തുനിന്ന് തിരുവേനി വന്ന് തലയിൽ അരിയിട്ടിട്ട് പത്മനാഭദാസ് എന്ന് പറയും. ആൺകുട്ടികളല്ല. ഇപ്പൊ തിരുവിതാംകൂർ ഡൈനാസ്റ്റിയിലുള്ള എല്ലാവർക്കും ഈ പത്മനാഭദാസസ്, അതായത് സെർവൻസ് ഓഫ് ലോർഡ് പത്മനാഭ, അങ്ങനെ അടിമ കിടത്തിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ആ ഒരു ടൈറ്റിൽ എങ്ങനെയാണ്? അടിമ കിടത്തുമ്പോഴാണ് പത്മനാഭദാസനാവുന്നത്. അപ്പൊ സാറിന് അതെങ്ങനെയാണ്? എന്നെ ഇതുപോലെ ചെയ്തു. അതുപോലെ ചെയ്തിട്ട് എത്രാമത്തെ വയസ്സിൽ? 1 വയസ്സ് കഴിഞ്ഞു. അതെ. ഓക്കെ. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഭരണകാര്യത്തിൽ സാറിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള റോൾ എന്താണ്? ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഞാനും ഉണ്ട്. ഈ ആചാരാനുഷ്ഠാനങ്ങൾ തന്ത്രിയും കൂടെ ഉണ്ട്. തന്ത്രിയുടെ ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു തീരുമാനം എടുത്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ ഒരുപാട് തിരക്ക് കൂടിയുടെ ആൾക്കാർക്ക് തൊഴുവാനും പിന്നെ ഈ പെട്ടെന്ന് പുറമെ നിൽക്കുന്നവർക്ക് ഭഗവാനെ കാണാൻ പറ്റുന്ന ഒരുപാട് ഇങ്ങനെ പരാതി വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം? പിന്നെ നമുക്ക് സ്ഥലവും കുറവാണ്. 1935 വരെയൊക്കെ ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചി പോലും ഇല്ലായിരുന്നു, കേട്ടിട്ടുണ്ട്. വളരെ കുറച്ച് പേരെ പോകും. ഈ നേരത്തെ പറഞ്ഞ നിധി അറിഞ്ഞാൽ പിന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ. അപ്പോൾ ക്രൗഡ് മാനേജ്മെന്റ്, ആൾക്കാർക്ക് കഴിയുന്നതും പരാതിയില്ലാതെ തൊഴുത് സമാധാനമായിട്ട് പോവുക, ആൾക്കാർക്ക് നല്ല പ്രസാദം കിട്ടുക, അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തൊഴുവാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഭക്തരുടെ സാറ്റിസ്ഫാക്ഷൻ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ നിധി, ട്രഷേഴ്സ് അതൊന്നും അല്ലാതെ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ അർഹിക്കേണ്ടതുണ്ട്. അതേസമയം ആളുകൾ അതിനെപ്പറ്റി അധികം ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അമ്പലത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ റെനോവേഷൻ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ.
വേറെ അല്ലാതെ വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. അമ്പലത്തിലെ നിലവറകൾക്ക് ABCDF എന്നല്ലേ പേരുകൾ നൽകിയിട്ടുള്ളത്? എങ്ങനെയാണ് ആ നാമകരണം വന്നിട്ടുള്ളത്? അത് സുപ്രീം കോടതിയുടെ ഇടപെടലിന് ശേഷമാണ് കോടതിയിൽ കേസ് വന്ന പിന്നെയാണ് ABCDEF പെട്ടെന്ന് തിരിച്ചറിയാൻ. അതിന് മുമ്പേ മഹാഭാരത കോൺ അങ്ങനെയൊക്കെയായിരുന്നു പേര്. ഓക്കെ, അപ്പൊ അതൊന്നും ആരും സംസാരിക്കുന്നില്ല, ABCD മാത്രമാണ് ഇപ്പൊ പറയുന്നില്ലേ? നമ്മൾ കൂടുതൽ പോപ്പുലർ ആയ കാര്യങ്ങളിൽ ആൾക്കാർ. ഓക്കെ, അപ്പൊ ഈ ക്ഷേത്രത്തില് ഉത്സവ സമയത്ത് തുറക്കുന്ന നിലവറകൾ ഏതാ ഇതില്? ഉത്സവ സമയത്ത് തുറക്കുന്നത് മറ്റേ വ്യാസകോണില് അവിടെ ഈ കലശത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ ആയിരിക്കുന്നത്. പിന്നെ അമ്പലത്തിന്റെ ശ്രീകോണിന്റെ തൊട്ടടുത്ത് അതൊന്നും നിലവറയൊന്നുമില്ല, ഇതൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെക്കുന്ന മുറികളാണ്. അതൊക്കെയാണ് ഇവരിപ്പോ ഈ പേര് DF എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. അത് സുപ്രീം കോടതി ഇടപെടുന്നു, അതിനുശേഷം ആളുകളൊക്കെ വന്ന് അകം പരിശോധിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 1,42 കോടിയോ അങ്ങനെ എന്തോ ഒരു കണക്കാരുടെ എണ്ണി തിട്ടപ്പെടുത്തുന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതൊക്കെ ശരിയാണോ? അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വസ്തുക്കൾ, സ്വർണം, വെള്ളി എന്നൊക്കെ കാണാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം സാർ അത് അന്നത്തെ മാധ്യമത്തിൽ വരുന്ന ഓരോ അവരുടെ ഒരു എന്താണ് നിഗമനമാണ് ഈ ഇത്രയും വില ഉണ്ടെന്നൊക്കെ. ഇപ്പൊ സാർ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ, അപ്പം എന്തൊക്കെയായിരുന്നു അതിനകത്ത് ശരിക്കും ഉണ്ടായിരുന്നത്? ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല. പിന്നെ കുറച്ച് ഈ നെൽമണി, ഗ്രെയിൻസ്, അപ്പൊ അത് ഞാനും കൂടെ ഉള്ളപ്പോഴാണ് തുറന്നത്. അത് ഈ പറഞ്ഞ നിലവറ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് തന്നെ ഇതിനകത്ത് ഇത് ഒരു ചരിത്രപ്പൊക്കമുള്ളൊരു ഇരുമ്പ് ജാറ്. അപ്പൊ ഈ ആൾക്കാരെ ചങ്ങലൊക്കെ വെച്ച് പൂട്ടിച്ചിരിക്കും. ആൾക്കാർക്ക് ചെറിയ പേടിയുണ്ട് അങ്ങനെ അത് തുറന്നപ്പോഴാണ് നെൽമണി. ഈ നിലവറയുടെ വാതിലാണോ എന്തോ പ്രത്യേകതരമായിട്ട് ബി നിലവറയുടെ വാതിലാണ്. അത് നമ്മൾ കണ്ടിട്ടില്ല, അകത്ത് കയറിയിട്ടില്ല. അത് ബി നിലവറ ഒരു റൂം കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തെ ഒരു വാതിലാണ് ഈ മെയിൻ എൻട്രൻസ്. അത് നമുക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് തുറക്കണം, അതിൻ്റെ അകത്ത് എന്താണ്, എന്തെങ്കിലും ഉണ്ടോ, എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. പിന്നെ ഇപ്പോഴത് തുറക്കണ്ടെന്ന് വെച്ചിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ അത് ദിവസം തൂക്കി നോക്കിയപ്പോ ഒരു 750 കിലോ ഉണ്ടായിരുന്നു. 750 കിലോ ഓൾമോസ്റ്റ്. അത് ഏകദേശം എത്ര രൂപ വരും എന്നാലും പറഞ്ഞോളൂ? അല്ല, ഞാൻ കേട്ടോളൂ ഇത്രയാണ്, 1,42,000 കിലോ സ്വർണ്ണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വില എത്രയാണെന്ന് കൂട്ടി നോക്കുമ്പോൾ മനസ്സിലാവും. അല്ല, അത് പഴയതാണ്. പിന്നെ അതുപോലെ ഈ മറ്റേ ഇപ്പൊ പറഞ്ഞില്ലേ ശരപ്പുളിമാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ ഉണ്ട്. അപ്പൊ ഈ വജ്രം അങ്ങനത്തെ സാധനങ്ങളൊന്നും, മരതകം ഇല്ല, അങ്ങനത്തെ എല്ലാം ഈ സ്റ്റഡഡ് ആണ്. പക്ഷെ അങ്ങനെയൊക്കെയാണ് പറച്ചില്ല കേട്ടോ. പറയട്ടെ, ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഓർമ്മ. പിന്നെ പഴയ ഒരുപാട് ആഭരണങ്ങളൊക്കെ എൻ്റെ അകത്തുണ്ട്. വളരെ പഴയ സാധനങ്ങളുണ്ട്. 1340 കോയിനൊക്കെ ഉണ്ട്. 1340 ജീസസ് ക്രൈസ്റ്റിന്റെ അതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ നല്ല പ്യൂർ ഗോൾഡ് തന്നെയാണ്. പിന്നെ ഇത് സ്വർണ്ണ തേങ്ങയൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. ഇടയ്ക്ക് മാധ്യമത്തിൽ തന്നെ അത് തുറക്കുമ്പോൾ വലിയൊരു മരതൊക്കെ ഇതുപോലെ രത്നം അതിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ ശരിക്കും കയ്യിൽ ഞെക്കുമ്പോൾ ഫ്ലിംസി ആയിരിക്കും. പ്യൂർ ഗോൾഡായതുകൊണ്ട് ഗോൾഡിൽ മറ്റേ മെറ്റീരിയൽസ് ചേർക്കുമ്പോഴാണ് ഹാർഡ് ആവുന്നത്. കംപ്ലീറ്റ് പ്യൂർ ഗോൾഡാണ്. അങ്ങനത്തെ കുറച്ച് വെച്ച സാധനങ്ങളൊക്കെ. സാർ, ഞാൻ ഈ ബി നിലവറയെ പറ്റി കേട്ടിട്ടുള്ളത്, ബി നിലവറ ഏതെങ്കിലും കാലത്ത് തുറക്കുവാണെങ്കിൽ ഇന്ത്യ ആയിരിക്കും ഏറ്റവും വലിയ എക്കോണമിക് കൺട്രി എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് നിധികളും സ്വർണ്ണങ്ങളും അതിൻ്റെ അകത്തുണ്ട് എന്നൊക്കെയാണ്. ഇന്ത്യ എക്കോണമിക് കൺട്രി ഓക്കെ, അത് ബി നിലവറയ്ക്കകത്ത് ഇരുന്നാൽ അത് ഇന്ത്യ എങ്ങനെ എക്കോണമിക് അത്രയും സ്വത്തുക്കൾ ഉണ്ടെന്നാണ് ഒരു പറച്ചില്. അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ബി നിലവറയുടെ വാതിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ബി നിലവറ തുറന്ന് കണ്ടിട്ടില്ല. ബി നിലവറയുടെ വാതിലാണ് ഈ സർപ്പമോ പാമ്പിനെ എന്തോ സാധാരണ ഒരു വാതിൽ, സാധാ വാതിലാണ്. കഥവും പിന്നെ മുകളിൽ ചെറിയൊരു വെന്റിലേറ്റർ പോലെ അടി ഒരു വാതില്. ഈ പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഈ പുതിയ എന്താണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വന്ന ഒരു ആനിമേറ്റഡ് സാധനമാണ്. ഈ 2 പാമ്പ് മന്ത്രം ജപിക്കുമ്പോ വാതിൽ തുറക്കുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു വിദേശി ആണെന്ന് തോന്നുന്നു ഒരു യൂട്യൂബിൽ ഇട്ടിരുന്നു, ബി നിലവറയ്ക്കകത്ത് മമ്മിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു മമ്മി മാത്രമല്ല, മമ്മി ഡാഡി എല്ലാവരും.
അപ്പം ഈ കൊട്ടാരത്തെ പറ്റി അല്ലെങ്കിൽ ക്ഷേത്രത്തെ പറ്റി എന്തെങ്കിലും മിസ്കൺസെപ്ഷൻ, അതായത് തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ടെങ്കിൽ അതെപ്പോഴെങ്കിലും മാറ്റണമെന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? ഈ ഒരു നിമിഷത്തിലും സാറിന് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ മാറ്റണം? നമ്മൾ കൂടുതൽ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാർക്ക് സംശയം കൂടും. അല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയാൻ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? നേരിട്ട് ചോദിക്കുന്നത് പറയാം, അല്ലാതെ അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞിട്ട് അല്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എന്തിനെ കുറിച്ചാണ് ഇപ്പൊ ഈ എന്താണ് ഈ അമ്പലത്തിലെ സ്വത്താണോ കൊട്ടാരത്തിലെ നമ്മൾ സ്വത്തും അതൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും? വേറെ ഈ ആൾക്കാര് എന്താണ് ഈ നമുക്ക് ഈ യൂട്യൂബിൽ ഈ കമന്റ് പറ്റിയാണെങ്കിൽ അത് നമ്മൾ വായിക്കാറില്ല. അല്ലാതെ പൊതുവേ നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണ ഈ പറയുന്നവരൊക്കെ നമ്മളെ അറിയാൻ വയ്യാത്തവരാണ് പറയുന്നത്. നമ്മൾക്ക് വേറെ എന്തോ ഒരു ലോകത്തുനിന്ന് വന്ന ആൾക്കാരെന്നാണ് അവരുടെയൊക്കെ നിഗമനം. അപ്പൊ പിന്നെ നമ്മളെ ഈ തെറ്റിദ്ധാരണ ഇതുപോലെ ഇന്റർവ്യൂസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ പറയാം. ഇടയ്ക്ക് ഞാൻ ഒരു എന്താണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ജീപ്പില്, ഓപ്പൺ ജീപ്പില് വലിയ വാർത്തയായി രാജ പറഞ്ഞു കഴിഞ്ഞു എന്തിനാ ജീപ്പിൽ പോകുന്നത്. ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം ജീപ്പിൽ പോയി. അപ്പൊ ഇനി പൊങ്കാല വരെയാണ്. അപ്പൊ ഇപ്പൊ ചോദിച്ചു ഇപ്രാവശ്യം ഓപ്പൺ ജീപ്പിൽ പോകണ്ടേ, ഇപ്രാവശ്യം ആനപ്പുറത്ത് പോകണം. കുറച്ച് വെറൈറ്റി ആയിട്ടല്ലേ. ശരിക്കും ഈ TTC പൗരസമിതിയാണ് ഈ പൊങ്കാല ജീപ്പ് അറേഞ്ച് ചെയ്തത്. അപ്പൊ അമ്മയ്ക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ജീപ്പിൽ കയറി കുറച്ച് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വന്നു. അതിനെപ്പറ്റി കുറേ അധികം ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലില്ല, നമ്മൾ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല, പൊളിറ്റിക്സിൽ ചോദിക്കാൻ വരുമായിരുന്നു. പൊളിറ്റിക്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ? എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ ഇലക്ഷന് നിൽക്കണം എന്നൊക്കെ? ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ള അവരുടെ അടുത്ത്? താല്പര്യമില്ല, ഇപ്പൊ ഇല്ല. അപ്പം ഭാവിയിൽ പരിഗണനയിലുണ്ടല്ലേ? ഭാവിയിൽ പരിഗണന ഉണ്ടെന്നിരുന്നോട്ടെ. അപ്പൊ അങ്ങനെ ഇതിനെയൊക്കെ പറ്റി ഇത്ര വാർത്തയാക്കാനും ആൾക്കാർക്ക് സംസാരിക്കാനും എന്താ ഉള്ളത്? നമ്മൾ ജീപ്പിൽ പോയി എത്രയോ പേര് ജീപ്പിൽ പോകുന്നു, ഓപ്പൺ ജീപ്പിൽ. സിനിമാടന്മാർ ഓപ്പൺ ജീപ്പിൽ പോകുന്നില്ലേ ഓരോ ഫംഗ്ഷൻ പോകുമ്പോൾ? അവരുടെ ഇവിടുത്തെ ആൾക്കാരുടെ സന്തോഷം, അതില് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഇവിടെ. ഈ എല്ലാ BJP ഉണ്ട്, CPI ഉണ്ട്, CPM ഉണ്ട്. എല്ലാ പാർട്ടികളും സമീപിച്ചിട്ടുണ്ടോ? എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്നാണ് നമ്മളെ ഇവിടെ ഈ ജീപ്പിലും ഈ TTC പൗരസമിതിയിൽ എല്ലാ പാർട്ടികളും ഉണ്ട്. അപ്പൊ അതിനെ ഒരു ചാനലിടാനും അതിനെപ്പറ്റി ചാനൽ ഡിസ്കഷൻ വെക്കാനും. സാറിന് പൊളിറ്റിക്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ പാർട്ടികളും ക്ഷണിച്ചിട്ടുണ്ട്? മിക്കവാറും ഒക്കെ ഉണ്ടല്ലേ. അപ്പം സാർ, ഈ ഓണക്കാലത്ത് എല്ലാ ഓണക്കാലത്തും ഈ അഗസ്ത്യാർകൂട വനമേഖലയിൽ നിന്നും ഇവിടെ എത്താറുണ്ടെന്ന് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. ശരിക്കും അങ്ങനത്തെ ആ ഒരു ഇതിന്റെ പശ്ചാത്തലം എന്താണ് ഒരു ആചാരത്തിന്റെ? പണ്ട് രാജാവ് അവർക്ക് കൊടുത്ത ചെമ്പുപട്ട എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൊടുത്ത സ്ഥലമാണ്. അപ്പൊ അവരിപ്പോഴും പറയുന്നത് രാജാവ് തിരിച്ച് ഈ അവർക്ക് കുറെ സ്ഥലം നഷ്ടപ്പെട്ടു, നമ്മൾ എഴുതി കൊടുക്കണമെന്ന്. നമുക്കിങ്ങനെ എഴുതി കൊടുക്കാം. അപ്പൊ അവർക്ക് ഇപ്പൊ ജീവിക്കാൻ വഴിയില്ല, ഒരിടത്ത് കൃഷി ചെയ്യും, അവിടെ വന്യമൃഗങ്ങൾ നഷ്ടപ്പെടും. അപ്പൊ അവര് വേറെ ഒരിടത്തോട്ട് പോകും. കാണിക്കമായിട്ടാണ് വരുന്നത്. പഴയ തേന, പിന്നെ കാട്ടിൽ വളരുന്ന ചില എന്താണ് വെജിറ്റബിൾസ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ കുറെ നേരം നോക്കി എന്താണ് അങ്ങനെ വീഡിയോ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോട്ടൂര് പോയപ്പോ അതിൽ ഒരാളെ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ചുമ്മാ എത്ര വയസ്സായെന്ന്. അദ്ദേഹത്തിന്റെ മകന് 75 വയസ്സായി, ഇദ്ദേഹത്തിന്റെ കണ്ട ഒരു 60 വയസ്സ്. നല്ല അമ്പുമില്ല കൊണ്ടാ പോകുന്നത്. അപ്പൊ അവരുടെ ഒരു ജീവിത രീതി പ്രത്യേക ജീവിതം. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ യൂത്ത് ഫെസ്റ്റിവലിന് അട്ടപ്പാടിന്ന് മാർഗിയ ഗോത്ര അവർക്ക് കുറച്ചു പേര് വന്നില്ല. അപ്പൊ അവര് ഇവിടെ വന്നിരുന്നു. അപ്പൊ അവര് +2 പഠിക്കുന്ന കുട്ടികളാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവര് ടൗൺ വിട്ടു പോകുന്നത്. ആദ്യമായിട്ട്. നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ വലിയൊരു കൊട്ടാരൊക്കെ കണ്ടപ്പോ സർപ്രൈസ് ബാക്ക് ആണല്ലോ. ഫുൾ മ്യൂസിയം ഒക്കെ കാണിക്കാൻ കൊണ്ടുപോയി അവര്. അടുത്ത വർഷം വരാന്ന് പറഞ്ഞിട്ട് പോയി. ആദിവാസികൾ എല്ലാ വർഷവും വരാറുണ്ട്. പിന്നെ അവരുടെ കാര്യവും കുറച്ച് കഷ്ടമാണ്. അവർക്കിപ്പോ മൊബൈൽ ഫോൺ കണക്ടിവിറ്റി വേണമെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ എക്കോളജി വെച്ച് കാട്ടിനകത്ത് ഈ ടവർ വെക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഈ റേഡിയേഷൻസ്. സാറിന്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പുറത്ത് കോളേജിൽ പോയി പഠിക്കുകയോ അങ്ങനെ ഇന്ത്യക്ക് പുറത്തോ? കൊട്ടാരത്തിന് പുറത്ത്. സാധാരണ കൊട്ടാരത്തിലല്ലേ? ഞാൻ സ്കൂൾ തൊട്ട്
3ാം ക്ലാസ് തൊട്ട് സ്കൂളിൽ പോയി പഠിച്ചു. ആ 3ാം ഇവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെ പോയി. ഓക്കെ. അത് കഴിഞ്ഞ് ഡിഗ്രി അങ്ങനെ എന്തെങ്കിലും? ഡിഗ്രി മാറി പഠിച്ചു. മാറി വാനേഴ്സ് ഇവിടെ തിരുവനന്തപുരം തന്നെ. തിരുവനന്തപുരം. ഓക്കെ. ഏത് സ്ട്രീം ആയിരുന്നു? ഞാൻ BCom ആയിരുന്നു. ഓ BCom. ഓക്കെ. അതാണ് ഇഷ്ടപ്പെട്ടെടുത്തതാണോ അതോ? തമ്മിൽ ഭേദം പഠിക്കാൻ ഏറ്റവും അതെ കണക്കൊക്കെ ഇഷ്ടമാണ്. എക്കണോമിക്സ് ഒക്കെ? എക്കണോമിക്സ് വലിയ പിടുത്തമില്ല. ആണ്. പിന്നെ എനിക്ക് മറ്റേ സയൻസ് ഒക്കെ ഇഷ്ടമായിരുന്നു, ആസ്ട്രോഫിസിക്സ് ഒക്കെ. അതൊക്കെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാൻ വെച്ചു അത് വേണ്ട, അതിനിപ്പോൾ കുട്ടികളെ പകരം അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഫ്ലൈയിങ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, പൈലറ്റ് ആവണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ കന്നഡ ഉള്ളവരെ പൈലറ്റ് ആയിട്ട് എടുക്കില്ലാന്ന് ഞാൻ അത് വിട്ടു. സാർ ബുക്സ് ഒക്കെ വായിക്കുമോ? വായനാശീലമൊക്കെ കുറവാണ്. വായിക്കുവാണെങ്കിൽ തന്നെ എങ്ങനത്തെ ബുക്സ് ആയിരിക്കും വായിക്കുക? ഈ ഹിസ്റ്റോറിക്കൽ ആണോ അതോ? അങ്ങനെ ഞാൻ ട്രാവൽ ലോഗ്സ് ആണ് കൂടുതൽ വായിക്കുന്നത്. സാറിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പത്മനാഭ സ്വാമി ക്ഷേത്രവുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അതിലെന്ത് ഇൻസ്പിറേഷൻ നൽകുന്നതിലും കാര്യങ്ങളുണ്ടോ സാറിന് ഡീപ്പായിട്ട്? ഇത്രയും വലിയൊരു കുടുംബത്തിൽ ജനിക്കാനുള്ളൊരു അതൊരു ഭാഗ്യം. ഇത്രയും മഹാന്മാര് ജനിച്ച കുടുംബത്തിൽ തന്നെ ഞാനും ജനിച്ചിരിക്കുന്നു. അതെ. അല്ലെ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ആൻസസ്റ്റേഴ്സിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രചോദനം കിട്ടിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമുക്ക് എനിക്കൊന്ന് മാർത്താണ്ഡ മഹാരാജ തൊട്ട് ആണ് നമുക്ക് കുറച്ചുകൂടെ ഒരു ഹിസ്റ്ററി ആയിട്ട് അറിയാന്നുള്ളത്. ഓരോരുത്തര് കർത്തിനാ മഹാരാജ കാലത്താണ് കോട്ട മതിൽ കിട്ടിയത്. അപ്പൊ ഈ കുതിര എത്രയും പൊക്കത്തെച്ചാണോ അത്രയും വരെ പൊക്കി മതില്. അതിൽ കൂടെ പൊക്കിയ പിന്നെ കുതിര തട്ടി വീഴും. അതിന് മഹാന്മാരുള്ളൊരു ഇത്രയും മഹാന്മാർ ജനിച്ചൊരു കുടുംബം. പിന്നെ ഓരോരുത്തരും സോഴനാൾ മഹാരാജാവായാലും ആയില്യം തിരുനാള്, വിശാഖം തിരുനാള്, ഇത്രയോ വലിയ വലിയ ആൾക്കാർ ജനിച്ച കുടുംബമല്ലേ. പിന്നെ ഏറ്റവും അവസാനത്തെ മഹാരാജാവ് ശ്രീധരനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അറിയുന്നത് ക്ഷേത്രപ്രവേശനം. വിശാഖ മഹാരാജാവാണ് കപ്പ കൊണ്ടുവന്നത്. ടപ്പിയൊക്ക എവിടുന്നാ കൊണ്ടുവന്ന്? ബ്രസീലല്ലേ? ബ്രസീലാണോ? ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ പണ്ട് ജവഹർലാലിന്റെ പഴയ പേരറിയാം? എല്ലാം അറിയില്ല. മരിച്ചീനിവിള എന്നായിരുന്നു പേര്. അതെയോ? അന്നത്തെ കഥ കേട്ടത് കപ്പ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം ഇവിടെ നട്ടു. എന്നിട്ട് പറഞ്ഞു ഇതാരും എടുക്കാൻ പാടില്ല, വളരെ വിലപിടിപ്പുള്ളൊരു സാധനമാണ്. ഒരു 10 അന്നായിരിക്കും ഒരു 100 150 കമ്പ് പോകുന്നത്. ഇത് വലുതായി വന്നപ്പോൾ അടുത്തുള്ള ആൾക്കാരെല്ലാം വെട്ടി അവരുടെ വീട്ടിൽ കൊണ്ട് നട്ടു. അങ്ങനെയാണ് പെട്ടെന്ന് ഇത് പോപ്പുലറായത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാടിന് ദാരിദ്ര്യം അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ടവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് ഈ കപ്പ ഇറക്കുമതി ചെയ്തത്. ഇപ്പോഴേ ഭയങ്കര ഫേമസ് അല്ലേ കപ്പയും? ട്രെൻഡ് കപ്പയാണ്. സാറിന് എത്ര 2 പെൺപിള്ളേരല്ലേ, 2 പെൺമക്കളുള്ളത്? അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അവരിപ്പോ BSc ഫിസിക്സ് പഠിക്കുന്നു. ആളുകൾക്ക് ഈ പൊതുവെ ഒരു സംസാരമുണ്ട്, അതായത് കൊട്ടാരത്തിൽ തന്നെ ജനിച്ചു വളർന്ന കുട്ടികളായതുകൊണ്ട് തന്നെ പുറത്ത് ആളുകളോട് അത്ര സംസാരമൊന്നുമില്ല, ഒരു സെമി ഇൻട്രോവേർട്ടഡ് ആയി പോകും. അങ്ങനെയൊന്നും ഇല്ല? ഞാൻ കൊട്ടാരത്തിൽ ജനിച്ച ആളല്ലേ, എനിക്കങ്ങനെ തോന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. ചിലർ കൂടുതൽ സംസാരിക്കും, ചിലർ അധികം സംസാരിക്കില്ല. അതിപ്പോൾ കൊട്ടാരം തന്നെ പറയണ്ട, ഓരോ വീടുകളിൽ പോയാലും നമുക്കങ്ങനെ കാണാം. പിന്നെ എൻ്റെ കുട്ടികൾ ട്വിൻസാണ്. അപ്പം അവര് കുറച്ച് ആൾക്കാരെ വെച്ചാൽ അവര് തന്നെ എപ്പോഴും ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ഫ്രണ്ട്സിനെ തേടി പിടിച്ച് നടക്കില്ല. രണ്ടാൾക്ക് രണ്ടാളുണ്ട്, ഒരേ ക്ലാസ്സിലാണ്, ഒരേ സബ്ജക്റ്റ് ആണ്. ഇപ്പൊ എന്ത് പഠിക്കുന്നത്? BSc സെക്കൻഡ് ഇയർ ഫിസിക്സ്. എവിടെ? മാറിവാനീസ്. പിന്നെ ഒരേ ഡ്രസ്സ്, ഇപ്പൊ പെട്ടെന്ന് കണ്ടാലും ഒരുപോലെ ഇരിക്കും. ID കാർഡ് നോക്കിയാണ് ചിലപ്പോൾ സാറന്മാര് പേര് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഈ കുടുംബത്തിൽ ഇത്തരത്തിലൊരു കുടുംബത്തിൽ ജനിച്ചായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും മാറ്റി നിർത്തപ്പെടുക അങ്ങനെയൊന്നുമില്ല? ഞാനും സ്കൂളിൽ പഠിച്ച പിന്നെ രാജാവേ വാളുണ്ടോന്നൊക്കെ ചോദിക്കുന്നു. എല്ലാരും നമ്മളെല്ലാരും ഒരുപോലെ തന്നെ കാണും. അങ്ങനെ ഇപ്പോൾ ഞാൻ എന്താ രാജാവാണ്, എൻ്റെ അടുത്ത് ആരും ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്നാരുടെ അടുത്ത് ഇരിക്കും, നമുക്കൊന്നും അങ്ങനെയില്ല. എന്നെ ക്ലാസ്സിന്റെ വിളി നിർത്തിയിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ഇത് ഹോംവർക്ക് എഴുതാൻ തന്നെയാണെന്ന്. പഠിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു സാർ? പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര വെരി ആവറേജ് ആയിരുന്നു. കൂടുതലും ഒരു പഠിത്ത സമയം ഞാൻ അധികം സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ല. ഇപ്പൊ തോന്നുന്നുണ്ടോ ശരിക്കും പഠിക്കണമായിരുന്നു? ഇല്ല. നമുക്ക് പറ്റി, നമുക്ക്
നമ്മുടെ അന്നും എനിക്ക് ഈ എന്താണ് ഈ ട്രാവല് നേച്ചർ കുട്ടിക്കാലം തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ആഫ്രിക്കയിൽ പോയി, കുട്ടികളും അമ്മയും ഞാനും എല്ലാവരും കൊണ്ട്. ടാൻസാനിയയിൽ ഏറ്റവും ഫേമസ് ആയ സ്ഥലം അറിയാം? സെറംഗെറ്റി. ഗൂഗിളിൽ നോക്കിയാൽ സെറംഗെറ്റി നാഷണൽ പാർക്ക്. നാഷണൽ പാർക്കാണ്. അവിടെ ഇപ്പോഴും ഒരു 300-350 കിലോമീറ്റർ റോഡ്, മണ്ണ് റോഡാണ് ഇപ്പോഴും. ടാർ ചെയ്യാൻ സമ്മതിക്കില്ല, അത്ര പ്രിസർവ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയൊരു ഇതുണ്ട്, ക്രേറ്റർ, നൊറങ്കുറോ എന്ന് പറഞ്ഞ്, നൊറങ്കുറോ ക്രേറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ എക്കോസിസ്റ്റം എന്നാണ് പറയുന്നത്. അതൊക്കെ പോയി കാണാൻ പറ്റി. അപ്പോൾ പിന്നെ അടുത്ത് ഈ നോർത്തേൺ ലൈറ്റ്സ് കാണണമെന്നുണ്ടായിരുന്നു, അത് പറ്റിയില്ല കാണാൻ. അറോറ അത് കാണാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങോട്ടൊക്കെ സ്കാൻഡിനേവിയൊക്കെ പോയിട്ടുണ്ട്, UK പോയിട്ടുണ്ട്, US പോയിട്ടില്ല. ഇത് കുളച്ചൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളും പരിചയൊക്കെ അല്ലേ? അപ്പം മുതലുള്ള സാധനം ഇവിടെ തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അന്ന് മുതല് അന്ന് കൊട്ടാരമില്ലായിരുന്നു, കെട്ടിയ പിന്നെ സ്ഥാപിച്ചതിന് ശേഷം ഇത്. കുളച്ചൽ യുദ്ധത്തിന്റെ പ്രത്യേകത, നമ്മുടെ അന്നത്തെ ട്രാവൻകൂർ ആദ്യമായിട്ടൊരു വിദേശിയെ തോപ്പിക്കുന്ന നമ്മുടെ ട്രാവൻകൂർ ഡച്ച്. ഓരോ പഴയ വളരെ പഴയ ഇതിന്റെ യുദ്ധത്തിന്റെ എന്തെങ്കിലും കോൺസെപ്റ്റിൽ വല്ലതും എടുത്തതാണ്? ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാർ കൊടുത്തതായിരിക്കണം. ഇതും അതെ. പുതിയതായത് ബാലമർത്താണ്ഡപുരം തോവാള്. ഇതിന്റെ ചരിത്രം സംഭവം ബൂമറാങ് പോലത്തെ സാധനമാണ്. ഇങ്ങനെ പഴയ എറിഞ്ഞ് ഇങ്ങനെ മുറിച്ച് തിരിച്ചെടുത്തോണ്ട് റീസെന്റ് ആയിട്ട് വെച്ചതാണല്ലേ? ഇത് അമ്മയ്ക്ക് കിട്ടിയത്. ഇത് വാളും ഉറയും അല്ലേ? രണ്ട് വാളാണോ? അത് ഈ വാളിന്റെ പറയാൻ. ഓക്കെ. ഇതും വളരെ പഴയൊരു പെയിന്റിംഗ്. ജാപ്പനീസ് ആണോ ചൈനീസ് ആണോ? ചൈനീസ് ആണെന്ന് കണ്ടിട്ട് അല്ലേ? കുട്ടിക്കാലത്ത് ഈ രൂപങ്ങൾ പേടിയായിരുന്നു. ഇത് വള്ളത്തിന്റെ ചുണ്ടൻ വള്ളം കിട്ടിയതാ. സാറിന് കൊട്ടാരത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള റൂം ഏതാണ്? പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ട് ഏതാ? ഫേവറേറ്റോ? എല്ലാ മുറിയും ഇഷ്ടമാണ്. പിന്നെ പൂജാമുറി. ചുമ്മാ ഒന്ന് ഫ്രീ ടൈമിൽ ഒന്ന് വന്നിരിക്കാനോ കാറ്റൊക്കെ കൊള്ളാനൊക്കെ ആയിട്ട് നമ്മുടെ മുകളിലത്തെ റൂം നല്ല കാറ്റാണ്. മിഡിൽ പോർഷൻ. ഇവിടെയാണ് ഗാന്ധിജി ഒന്ന് ഇവിടാണ് ഇരുന്നത്. നിലത്ത്. എനിക്ക് 1929 പറ്റാന്ന് തോന്നുന്നു. റീജൻസി ഭരണമായിരുന്നു. ചിത്തിരഞ്ജന മഹാരാജാവ് അടുത്ത വർഷം മഹാരാജാവാൻ പോകുന്നു. അതിന് മുമ്പേ അദ്ദേഹത്തിനെ ഗാന്ധിജി വന്നിരുന്നില്ലേ? ഓ മൈ ഗോഡ്, ഗാന്ധിജി വന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. നരേന്ദ്രമോദി വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഉണ്ട് അല്ലേ? അദ്ദേഹം വന്നിരുന്ന ആ ചെയറിലാണ്. ഓ, അത് ഏത് വർഷമായിരുന്നു? 2013 ഓ, അന്ന് കുട്ടികളന്ന് സ്കൂളിലായിരുന്നു. അപ്പൊ അദ്ദേഹം വരുന്നെന്ന് പറഞ്ഞ ഇവിടെ സെക്യൂരിറ്റി റോഡൊക്കെ ക്ലോസ് ചെയ്തു. അപ്പൊ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, സ്കൂളിൽ പോയില്ല. ഇദ്ദേഹത്തിനെ കണ്ടു. അപ്പൊ അദ്ദേഹം കറക്റ്റ് ചാർട്ട് പ്രോഗ്രാം ആയിക്കൊന്ന് 10 മിനിറ്റോ 10-12 മിനിറ്റോ ഇവിടെ ഇരിക്കും, സംസാരിക്കും, പോകും. പക്ഷെ അദ്ദേഹം 50 മിനിറ്റ് കൂടെ ഇരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ച് പഴയ ഉത്തരാഖണ്ഡിൽ നിന്നാളുണ്ടായിരുന്നു. വളരെ നല്ലൊരു സംഭാഷണം. എല്ലാവരും വന്നിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു അദ്ദേഹം വന്നിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട്, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി. ഇത് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇവിടെ തന്നെ വന്നിട്ടുള്ള ചിത്രം അല്ലേ? ഓക്കെ, ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെ. ആ ഫ്ലവർ ഹൗസ് ഉണ്ട്, ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുക. 50 വർഷം മുമ്പ് 1955 എടുത്താണ്. ഇത് മഹാരാജ ചിത്തിരുന്നാളാണ് സൂട്ടിട്ടിരിക്കുന്നത്. അതെ, ഇത് രാജ്പ്രഭുക്കാണ്. ഈ വസ്തുവകകളില് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം ഏതാണ്? ഇവിടെയോ? ഇവിടെ വെച്ചിരിക്കുന്നത് ഇതില്
ഏറ്റവും വിലപിടിപ്പുള്ള സാധനം പറയുകയാണെങ്കിൽ എന്നേക്കാളൊന്നും വിലയില്ല. ഞാൻ തന്നെയാണ് എക്സ്പെൻസീവ് എന്നല്ലേ? ഇതൊക്കെ എന്താ ഒരുപാട് പഴയ കാലത്തെ ആണല്ലേ? ഇതും ചൈനീസ് പോലെ ഇരിക്കുന്നല്ലേ? ഓ അതേനെ. ഇതിങ്ങനെ ഭയങ്കര വെയിറ്റ് അല്ലേ? ഇല്ല, നോക്കുള്ളൂ, ശക്തിയുണ്ട്, എടുക്കാൻ പറ്റും. നീ വെച്ചേക്കും. തറയിലിരിക്കാനുണ്ടോ? എന്താ ഞാൻ ഇരിക്കാറ്. ഗാന്ധിജി ഇരുന്ന സ്ഥലം, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഗൈസ് ഞാൻ ഇരിക്കുന്നത്. ഫുഡൊക്കെ കഴിക്കാൻ ഇവിടെയൊക്കെ വന്നിരിക്കുവോ? അങ്ങനെ അല്ല ഇവിടെ വന്നിരിക്കാം? ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ വേറെ റൂം ഉണ്ടല്ലേ? ഇത് ഗസ്റ്റ് റൂം. ഇതാണ് മെയിൻ നമ്മുടെ ഡ്രോയിങ് റൂം. ആണല്ലേ? ഓക്കെ. ഇതിൽ സാറിന് ഇഷ്ടമുള്ള ഈ പെയിന്റിങ്സ് ഏതാ ഒത്തിരി ഇഷ്ടമുള്ള? ഇതെല്ലാം പഴയ പെയിന്റിങ്സ് തന്നെയാണ്. ഇത് ശകുന്തള, മറ്റേ ഇത് കൃഷ്ണൻ, യശോദ. സാറിന് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒന്നുമില്ല? പെയിന്റിങ്സ് ഇഷ്ടമില്ല? പെയിന്റിങ്സ് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഒരു അവിടെ ഇരിക്കുന്ന പെയിന്റിംഗ് ആണ് ഇപ്പൊ ഏറ്റവും പോപ്പുലർ. ദേർ കംസ് പപ്പ. അത് നിൽക്കുന്ന ലേഡി അദ്ദേഹത്തിന്റെ മകളാണ്, മഹാപ്രഭ. രാജാരവിയുടെ മകളാണ്. നമ്മൾ ആ കൊട്ടാരത്തിൽ പോയിട്ടുണ്ടായിരുന്നു, കിളിമാനൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെ കൊണ്ടുപോകട്ടെ? ഒരു ഇന്റർവ്യൂ, പാട്ടുകാരൻ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതും ഫാനൊക്കെ പഴയതാ, കറങ്ങും അല്ലേ? അപ്പൊ ഇത് റിപ്പയർ ചെയ്യേണ്ട. അപ്പൊ ഇതിന്റെ അകത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ കിട്ടുമോ? ഇതുവരെ കേടായിട്ടില്ല. ഇത് കോയില് മാറ്റി വെക്കേണ്ടി വരും. നമുക്ക് അപ്പൊ കോയിലിപ്പം കിട്ടാൻ കുഴപ്പമില്ല. ഇതുവരെ കോയില് കിട്ടുമോ? നമുക്ക് വൈൻഡ് ചെയ്താൽ മതിയായിരിക്കും. ഇന്നത്തെ ഇപ്പോഴത്തെ കാലത്ത് റിപ്പയറിംഗ് ഇല്ല, റീപ്ലേസ്മെന്റ് അല്ല. ഇപ്പോഴത്തെ പുതിയ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം കമ്പ്യൂട്ടർ ചിപ്പ് അല്ലേ? ചിപ്പ് കേടായ ചിപ്പ് മാറ്റിയ വേറെ ചിപ്പ് വെക്കുക. റിപ്പയറിംഗ് കുറവാണ് ഇപ്പോഴത്തെ കാലത്ത്. റീപ്ലേസ്മെന്റ്. പിന്നെ AI കൂടെ വന്ന പിന്നെ ഫാനൊന്നും വേണമെന്നില്ല. ചിലപ്പോ AI വെച്ച് ഫാൻ കറക്കാം. ഒരുപാട് ചിത്രങ്ങളെ സംസാരിക്കുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഉണ്ട്. അതെ, നല്ല ടെക്നോളജി. പക്ഷെ ചിലപ്പോ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കും, ശരിക്കുള്ള ആളാണോ? കൺഫ്യൂസ്. ശരിയാണ്. ഇത് എത്ര ആൾ നിന്നാൾ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കം പെയിന്റിംഗ് പോലെയാണ്. എത്ര നാൾ മുന്നേ വരച്ചത്? ഇതൊരു 8 വർഷം. 8 വർഷമായിട്ട്. 8-9 വർഷമായി കാണും. ഓ